ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 71 ജീവകാരുണ്യം. ഭാഗം 71 ജീവകാരുണ്യം ഇവിടെ ആരംഭിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ കോവളത്തിനടുത്താണ് വാഴമുട്ടം കുന്നുംപാറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അവിടെ സുബ്രഹ്മണ്യ ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തിയ ശേഷം ഗുരുദേവൻ കൂടെ ക്ഷേത്രത്തിലെത്തുമായിരുന്നു. അങ്ങനെ ഒരു സന്ദർശന വേളയിൽ സുബ്രഹ്മണ്യ ഭഗവാനെ ഭജിക്കുന്നതിനായി ഭക്തജനങ്ങൾക്ക് സുബ്രഹ്മണ്യ കീർത്തനം എന്നൊരു വിശിഷ്ടമായ സ്തോത്രകൃതിയും ഗുരുദേവൻ രചിച്ചു നൽകുകയുണ്ടായി. ജനങ്ങളുടെ ക്ഷേമത്തിലും ക്ഷേത്രത്തിൻ്റെ പുരോഗതിയിലും ഗുരുദേവൻ പ്രത്യേകം താൽപ്പര്യം കാണിച്ചിരുന്നു. ക്ഷേത്രത്തിനടുത്ത് ചെക്കൊടിയിൽ തോപ്പിൽ എന്നൊരു പഴയ തറവാടുണ്ടായിരുന്നു. അവിടുത്തെ കാരണവരായിരുന്നു മല്ലൻ വേലായുധൻ. അദ്ദേഹം തൻ്റെ ഭൂസ്വത്തിൽ നിന്നും 20 ഏക്കർ സ്ഥലം ക്ഷേത്രത്തിൻ്റെ സുഗമമായ നടത്തിപ്പിനായി ഗുരുദേവന് സമർപ്പിച്ചു. ക്ഷേത്രം വകയായി തീർന്ന ആ സ്ഥലത്ത് ധാരാളം കൃഷികൾ ചെയ്തു വന്നിരുന്നു. വാഴയും ചേനയും കപ്പയുമൊക്കെ സമൃദ്ധമായി വിളഞ്ഞു. പ്ലാവുകളിൽ ചക്ക ധാരാളമായി ഉണ്ടായി. ക്ഷേത്രപ്പറമ്പിൽ നിന്നും ഇടയ്ക്കിടെ ചക്ക മോഷണം പോകുന്നതായി ഒരിക്കൽ അവിടുത്തെ ശാന്തിക്കാരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കുറച്ചു ദിവസം നിരീക്ഷിച്ചപ്പോൾ കള്ളൻ തനിക്കിഷ്ടമില്ലാത്ത ഒരുവനാണെന്ന് തിട്ടപ്പെടുത്തുവാൻ ശാന്തിക്കാരന് കഴിഞ്ഞു. ആ വിവരം ഉടനെ ഗുരുദേവനെ അറിയിച്ചു. അവനെ ശിക്ഷിപ്പിക്കുവാൻ ശാന്തിക്കാരന് തിടുക്കവുമായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഗുരുദേവൻ കുന്നുംപാറ ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. സായാഹ്നമായിരുന്നു അപ്പോൾ. കടൽക്കാറ്റ് ഇടതടവില്ലാതെ വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാറക്കുന്നിൽ കയറി കൃഷിസ്ഥലങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ഗുരുദേവൻ കുറച്ചുനേരം അവിടെ ഇരുന്ന് വിശ്രമിച്ചു. ആ നേരത്ത് ശാന്തിക്കാരൻ ഗുരുദേവന് സമീപമെത്തി അവിടെ ചുറ്റിപ്പറ്റി നിൽപ്പായി. ഗുരുദേവൻ: നിനക്ക് നമ്മോടെന്തോ പറയുവാനുള്ളതുപോലെ തോന്നുന്നല്ലോ. ശാന്തി: എനിക്കൊരു പ്രധാന കാര്യം തൃപ്പാദങ്ങൾക്ക് മുന്നിൽ ഉണർത്തിക്കാനുണ്ട്. ഗുരുദേവൻ: പറയാമല്ലോ. ശാന്തി: ക്ഷേത്രപ്പറമ്പിൽ നിന്നും ഈയിടെയായി ധാരാളം ചക്ക മോഷണം പോകുന്നുണ്ട്. ഗുരുദേവൻ: ആരാണ് ചക്കയിട്ട് കൊണ്ടുപോകുന്നതെന്ന് നീ കണ്ടുപോകും. ഉടനെ ശാന്തിക്കാരൻ മോഷ്ടാവെന്ന് സംശയിക്കപ്പെട്ടവൻ്റെ പേര് പറഞ്ഞു. അവനെ അപ്പോൾ തന്നെ ഗുരുദേവൻ ശപിക്കുമെന്നും അതുമൂലം അവന് കൊടിയ ആപത്തുകൾ വന്നു ചേരുമെന്നും ധരിച്ച് ശാന്തിക്കാരൻ ഉള്ളാൾ സന്തോഷിച്ചുകൊണ്ട് നിന്നു. ഗുരുദേവൻ: മോഷ്ടിച്ചു തുടങ്ങിയ ശേഷം നീ അവനെ കണ്ടുപോകും. ശാന്തി: അവൻ പകൽ സമയങ്ങളിൽ പലപ്പോഴും ഇവിടെ വന്ന് പ്ലാവുകളിൽ നോക്കുന്നത് കണ്ടിട്ടുണ്ട്. ഗുരുദേവൻ: രാത്രിയിൽ വന്ന് ചക്കയിട്ടാൽ കാലിൽ മുള്ളുകൊള്ളുന്നതിനോ അഥവാ പാമ്പ് കടിക്കുന്നതിനോ ഇടവരില്ലേ? പകൽ വന്ന് ചക്ക അടത്തുകൊണ്ടു പോകുന്നതാണ് നല്ലതെന്ന് നീ അവനോട് പറയാത്തതെന്തേ? നീ ജീവകാരുണ്യമില്ലാത്തവനാണ്. ഇനിയെങ്കിലും നീ അവനെ സ്നേഹിക്കുകയും കാര്യം അവനോട് പറയുകയും വേണം. ഗുരുദേവൻ തനിക്കിഷ്ടമില്ലാത്ത ആ മോഷ്ടാവിനെ ശപിക്കുന്നതും ശകാരിക്കുന്നതും കേൾക്കുവാൻ ആഗ്രഹിച്ചു നിന്ന ശാന്തിക്കാരൻ അപ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തി നിന്നു. മനുഷ്യരോടെല്ലാം സ്നേഹവും കാരുണ്യവും ഉണ്ടായിരിക്കണമെന്നും അത് ഉപാധിരഹിതമായിരിക്കണമെന്നും ശാന്തിക്കാരന് മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭമാക്കി ആ സംഭവത്തെ ഗുരുദേവൻ മാറ്റിയെടുക്കുകയായിരുന്നു. സ്വന്തം സുഖങ്ങളും അന്യനു വേണ്ടി ഹന്ത വെടിഞ്ഞവനായി ബന്ധവിഹീനൻ കർമ്മപദത്തിൽ സന്തതമായുടനെ മരുത്വാമലയും അരുവിപ്പുറവും വിജനവനങ്ങളിലും മനനം ചെയ്തും താപസനായും നേടിയ ദിവ്യത്വം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 71 ജീവകാരുണ്യം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.